മുൻകാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പാണ്. അതിനിടയാക്കിയത് നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾ വലിയ തോതിലാണ് ആശങ്കയിലും ഭയപ്പാടിലും കഴിയുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുന്നു. ഇപ്പോൾ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ വലിയ ജനാധിപത്യം പുലരുന്ന ഒരു രാജ്യമാണ് എന്നതാണ്. ഇതിൽ സാധാരണ ഇന്ത്യക്കാരെല്ലാം നല്ല തോതിൽ അഭിമാനം കൊള്ളാറുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമായുള്ള നടപടികളിൽ ലോകം തന്നെ ആശങ്ക രേഖപ്പെടുത്തുന്ന അവസ്ഥ വന്നിരിക്കുന്നു. ഇന്ത്യയുടെ സുഹൃത്ത് രാഷ്ട്രങ്ങൾ നമ്മുടെ നിയമ നടപടികൾ ശരിയായ രീതിയിൽ തന്നെയാണോ പോകുന്നത് എന്ന സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭ പോലുള്ള ലോക സംഘടനകൾ ഇന്ത്യയിൽ നീതി നിർവഹണം ശരിയായ രീതിയിലാണോ എന്ന ആശങ്ക പ്രകടിപ്പിക്കുന്നു. ഇതെല്ലാം സംഭവിച്ചത് രാജ്യത്തുണ്ടായ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഏറ്റവും ഒടുവിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സംഭവം. ആ സംഭവത്തിൽ അമേരിക്കയും ജർമ്മനിയും അടക്കമാണ് ഇത്തരം നടപടികൾ ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് അപലപിക്കുന്ന സ്ഥിതിയുണ്ടായത്. തങ്ങൾക്കിഷ്ടമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളെ വേട്ടയാടുന്ന രീതി ഇവിടെ BJP ഗവൺമെൻറ് സ്വീകരിച്ചു പോവുകയാണ്. ഇത് രാഷ്ട്രീയ പാർട്ടികളെ മാത്രമല്ല, വിവിധ ജനവിഭാഗങ്ങളെയും ഇത്തരത്തിൽ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് കൈകാര്യം ചെയ്യുന്ന രീതി വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് നടന്നത് എന്ന് കെജ്രിവാൾ തന്നെ കോടതിയിൽ പറയുന്ന നിലയുണ്ടായി. യഥാർത്ഥത്തിൽ ഒരു തെളിവുമില്ലാതെ ഇത്തരമൊരു നടപടി സ്വീകരിക്കുകയാണ് ചെയ്തത് എന്നത് കോടതിയിൽ അദ്ദേഹം സ്ഥാപിക്കുന്ന നിലയാണ് വന്നത്. അവിടെ മദ്യനയവുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ടായിരുന്നു. ആ കാര്യത്തിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് കെജ്രിവാൾ ഇതിൽ കുറ്റക്കാരനാണ് എന്ന്
ഒരാൾ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. ആ മൊഴി കൊടുത്തതോ ഈ കേസിൽ നേരത്തെ അറസ്റ്റിലായ ഒരാളാണ്, ഒരു വ്യവസായി ശരത്ചന്ദ്ര റെഡ്ഡി എന്ന ഒരു വ്യവസായി. അദ്ദേഹം 22 നവംബറിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾക്ക് ജാമ്യം കിട്ടുന്നതിന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അദ്ദേഹവും വ്യവസായി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കമ്പനി BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള പണം കൊടുത്തു. അത് കയ്യിൽ കിട്ടിയപ്പോൾ തൃപ്തരാകേണ്ടവർ തൃപ്തരായി. അതിൻ്റെ ഫലമായി ജാമ്യാപേക്ഷയെ എതിർക്കാത്ത നില സ്വീകരിച്ചു. അദ്ദേഹം ജാമ്യത്തിലിറങ്ങി തൊട്ടു പിന്നാലെ മാപ്പ് സാക്ഷിയായി. പണം കൊടുത്ത ഒരു ഭാഗം, പിന്നെ കെജ്രിവാളിനെതിരെയുള്ള മൊഴി മാപ്പ് സാക്ഷി എന്ന നിലയിൽ പറയുകയാണ്. അതാണ് കെജ്രിവാൾ കോടതിയിൽ പറഞ്ഞത്. ഈ പറഞ്ഞതല്ലാതെ ഒരു തെളിവും എനിക്കെതിരെ ഈ അന്വേഷണ ഏജൻസിക്ക് സമർപ്പിക്കാനില്ല. അപ്പോൾ തെളിവുകൾ ഇല്ലാത്തൊരു കേസിൽ ഒരു മൊഴി കസ്റ്റഡിയിലെടുത്ത ആളെ കൊണ്ട് പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തിയത്. എന്താണ് ഇത് കാണിക്കുന്നത്? കസ്റ്റഡിയിൽ നിന്ന് വിട്ടയക്കാൻ നേരത്തെ പറഞ്ഞ ഇലക്ട്രൽ ബോണ്ട് മാത്രമല്ല, ഇത്തരമൊരു മൊഴി കൊടുക്കാൻ സന്നദ്ധമായതും കാരണമായിട്ടുണ്ടാകാം. അതാണ് അദ്ദേഹം കോടതിയിൽ പറയാനിടയായത്. ഇത് കെട്ടിച്ചമച്ച കേസാണ്, രാഷ്ട്രീയ ഗൂഢാലോചനയാണ്, ഒരു തെളിവുമില്ലാത്തതാണ്. ഇദ്ദേഹത്തിന് ഈ റെഡ്ഡി ജാമ്യം ലഭിക്കുന്നതിന് 55 കോടിയാണ് ഇലക്ട്രൽ ബോണ്ടായിട്ട് നൽകിയത്. ഇത് BJPയുടെ ഭാഗം. BJP ഗവൺമെൻറ് എങ്ങനെയാണ് രാഷ്ട്രീയ പ്രതിയോഗികളെ കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തമായാണ് കെജ്രിവാളിൻ്റെ കേസ് വന്നിട്ടുള്ളത്. പക്ഷേ കെജ്രിവാളിൻ്റെ കേസിന് മറ്റൊരു ഭാഗം കൂടിയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡൽഹി വലിയൊരു റാലിക്ക് സാക്ഷ്യം വഹിച്ചു. ഡൽഹി കണ്ടൊരു കൂറ്റൻ റാലിയായിരുന്നു അത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ 20,000-ൽ പരം ആൾ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആളുകൾ വന്ന് കൂടിയപ്പോൾ
20,000 അതിൻ്റെ ഇരട്ടിയോ അല്ല. അവിടുത്തെ രാംലീല മൈതാനിക്ക് താങ്ങാനാകാവുന്നതിലധികം ആളുകൾ വന്ന് പങ്കെടുത്തു. വലിയ പ്രതിഷേധം, BJPക്കെതിരെയുള്ള താക്കീത്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമവിരുദ്ധ നടപടികളോടുള്ള രോഷം, എല്ലാ രീതിയിലും BJPക്കുള്ള താക്കീതായി ആ റാലി പരിണമിച്ചു. എന്നാൽ അതേസമയം തന്നെ ഇത് കോൺഗ്രസ്സിനുള്ള ഒരു പാഠവുമായി മാറി. നമ്മുടെ രാജ്യത്ത് EDയും മറ്റും BJP ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെയും പ്രവർത്തകരെയും വേട്ടയാടുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ സംഭവങ്ങളിൽ കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്നൊരു സമീപനമുണ്ട്. കോൺഗ്രസിൻ്റെ പ്രമുഖരായ ഒട്ടേറെ നേതാക്കൾ, കോൺഗ്രസ് പ്രവർത്തകർ ഇതുപോലുള്ള അന്വേഷണ ഏജൻസികളുടെ നടപടികൾക്കിരയായിട്ടുണ്ട്. ആ നടപടികളെ കോൺഗ്രസ് എതിർക്കാറുണ്ട്. പക്ഷേ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നടപടികൾ കോൺഗ്രസ് ഇതര പാർട്ടികളുടെ നേരെ വരുമ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കൂടെ നിൽക്കലാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കൂടെ നിന്ന് ആരാണോ നടപടിക്ക് ഇരയാകുന്നത് ആ ഇരക്കെതിരെ ശക്തമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചു പോകാറുള്ളത്. ഇതിൻ്റെ ഏറ്റവും കടുത്ത ഉദാഹരണം കെജ്രിവാൾ തന്നെയാണ്. ഈ കേസിൽ കെജ്രിവാളിൻ്റെ അടുത്തേക്ക് EDക്ക് എത്താൻ കഴിഞ്ഞത് എങ്ങനെയാണ്? അതിനാവശ്യമായ സഹായം ചെയ്തത് കോൺഗ്രസ്സാണ്. അവിടുത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണം വലിയ തോതിലെടുത്ത് ഉന്നയിച്ചത് കോൺഗ്രസ്സാണ്. മാത്രമല്ല, കോൺഗ്രസ് അവിടെ പോലീസിൽ പരാതിപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ ഡൽഹി പോലീസ് ഇത് കാത്തു നിൽക്കുകയാണ് കിട്ടാൻ വേണ്ടി. ഉടനെ കേസ് രജിസ്റ്റർ ചെയ്തു. അതാണ് EDക്ക് വരാൻ കളമൊരുക്കിയത്. ED രംഗത്ത് വന്നു. ഒരു വർഷം മുൻപ് കെജ്രിവാളിൻ്റെ മന്ത്രിസഭയിലെ പ്രമുഖനായ ഒരു അംഗം മനീഷ് സിസോദിയ, അദ്ദേഹത്തെ ED അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തപ്പോൾ കോൺഗ്രസ് രംഗത്ത് വന്നു. അറസ്റ്റിനെതിരായല്ല കേട്ടോ. എന്തേ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ട് കെജ്രിവാളിനെതിരെ കേസെടുക്കുന്നില്ല? ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ കെജ്രിവാളാണല്ലോ. എന്തുകൊണ്ടാണ്
അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുക്കാത്തത്? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ. ആരെ സഹായിക്കാൻ? കേന്ദ്ര അന്വേഷണ ഏജൻസിയെ സഹായിക്കാൻ. ഇതാണ് കോൺഗ്രസ് സ്വീകരിച്ച നിലപാട്. ഏതായാലും ഇപ്പോൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ രാജ്യമാകെ അത് പ്രതിഷേധിക്കുന്ന നില വന്നു. മെനയാന്നത്തെ റാലിയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വരെയാകെ പങ്കെടുക്കുന്നത് കണ്ടു. നല്ല കാര്യം, സ്വാഗതാർഹമായ കാര്യം. ഞാനവിടെ പോകാത്തതിനെപ്പറ്റി UDF കൺവീനർ സംസാരിച്ചതായി കണ്ടു. എന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി വിളിച്ചതായിരുന്നു. ഇങ്ങനൊരു പരിപാടിയുണ്ട്, ഞങ്ങൾ ഇത്തരം ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് വരാനാവുമോ? ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് വരാനാകില്ല. ഞങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറി അവിടെ ഉണ്ടാവുമല്ലോ. അതേ ഉണ്ടാവും, സീതാറാം ഉണ്ടാവും, അത് ഞാൻ നിങ്ങളെ അറിയിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതാണ്. UDF കൺവീനർ അതിനെ മറ്റൊരു തരത്തിൽ പറയുന്നതായിട്ട് കണ്ടു. ആ സംസ്കാരമാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങളെന്ന് പറഞ്ഞാൽ കൺവീനർ ഹസനും കോൺഗ്രസ്സുകാരും ആലോചിക്കേണ്ടത്. നിങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് തപ്പ് കൂട്ടിക്കൊടുക്കില്ലേ? എപ്പോഴും ആ പണിയല്ലേ എടുത്തത്? നന്നായി, ഇപ്പം റാലിയിൽ പങ്കെടുത്ത് നന്നായി, സ്വാഗതാർഹമായ കാര്യമാണത്. ഇപ്പോഴെങ്കിലും അങ്ങനെയൊരു നില സ്വീകരിക്കാൻ കഴിഞ്ഞത് നല്ല കാര്യം തന്നെ. ഒന്നുകൂടി ചെയ്യാമായിരുന്നു, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് തുറന്നു പറയാമായിരുന്നു. ആ രാഷ്ട്രീയ ആർജവം കാണിക്കണമായിരുന്നു. ഇതാണ് രാജ്യത്തിൻ്റെ നില. ആ മുഖ്യമന്ത്രി ഇപ്പോൾ ജയിലിലാണ്. നേരത്തെ മറ്റൊരു മുഖ്യമന്ത്രി ജാർഖണ്ഡ്, അദ്ദേഹവും മറ്റൊരു കേസിൽ ജയിലിൽ കഴിയാണ്. ഇത്തരത്തിലുള്ള നടപടികളാണ് ഇന്ത്യ രാജ്യത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്തും ചെയ്യും എന്നൊരു നടപടിയാണ് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ വ്യവസ്ഥയുടെ നെടുംതൂണുകൾ, ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഇതെല്ലാം ഇപ്പോൾ നോക്കുകുത്തികളാക്കി മാറ്റുകയാണ്. അവരുടെയെല്ലാം സ്വാതന്ത്ര്യം അപഹരിച്ചെടുക്കുന്നു. തങ്ങളുടെ ചൊൽപ്പടിക്ക് എല്ലാറ്റിനെയും കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അത് ജുഡീഷ്യറിയെപ്പോലും വല്ലാതെ അലോസരപ്പെടുത്തുന്ന നില സ്വീകരിക്കുന്നു. ഇക്കാര്യത്തിൽ അത്യുന്നത നീതിപീഠത്തിലെ പ്രധാനപ്പെട്ട ജസ്റ്റിസുമാർ കോടതിയിൽ നിന്നിറങ്ങി വന്ന് രാജ്യത്തോട് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതും നമ്മുടെ രാജ്യത്തിന് കാണേണ്ടി വന്നു. ഇത്തരത്തിലുള്ള നടപടികളിലൂടെ ജനാധിപത്യ രീതി അങ്ങ് അട്ടിമറിക്കുകയാണ്. നമ്മുടെ രാജ്യം, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇന്ത്യ. ഒരു സംസ്ഥാനത്തെ തങ്ങൾ വിചാരിച്ചാൽ സംസ്ഥാനമല്ലാതാക്കാം എന്ന നില BJP ഇവിടെ കാണിച്ചു കൊടുത്തു. കണ്ടില്ലേ നമ്മൾ?
ഒരു ദിവസം പെട്ടെന്ന് പാർലമെൻറ്റിൽ ആഭ്യന്തരമന്ത്രി എഴുന്നേറ്റ് നിൽക്കുന്നു. ഒരു കടലാസ് എടുത്ത് വായിക്കുകയാണ്. ആ വായന തീരുമ്പോൾ എന്താ സംഭവിച്ചത്? രാജ്യത്തെ ഒരു സംസ്ഥാനമല്ലാതായി. ആർക്കെങ്കിലും ഊഹിക്കാൻ കഴിയുമോ അങ്ങനെ ഒരു നടപടി? സംസ്ഥാനത്തിൻ്റെ പദവി നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരുപാട് നടപടിക്രമങ്ങൾ അതിന് മുൻപ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യവുമില്ല. തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അങ്ങ് നടത്തും. അത് ജനാധിപത്യ രീതിയല്ല. സാധാരണ നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്ത് നടക്കേണ്ടതല്ല. പക്ഷേ തങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്ന നിലപാടാണ് BJP സ്വീകരിക്കുന്നത്. ഇത് വന്നപ്പോൾ തീർത്തും ജനാധിപത്യ വിരുദ്ധമായ നടപടി. എത്ര കടുത്ത പ്രതിഷേധം പാർലമെൻറ്റിൽ വരണം. കോൺഗ്രസ് ആണല്ലോ ഒരു പ്രധാന കക്ഷി, പ്രതിപക്ഷത്തുള്ളൊരു പ്രധാന കക്ഷി. വേണ്ട രീതിയിൽ ഉയർന്നോ ശബ്ദം? എന്തേ മങ്ങിപ്പോയത്? BJPയെ രഹസ്യമായി അഭിനന്ദിച്ച എത്ര കോൺഗ്രസ് നേതാക്കളുണ്ട് ഈ കാര്യത്തിൽ? കാരണം BJPയുടെ അതേ മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ഒട്ടേറെ കോൺഗ്രസ് നേതാക്കളല്ലേ ഉള്ളത്. നമ്മുടെ സംസ്ഥാനം ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ കേരളത്തിൻ്റെ ശബ്ദം ഉച്ചസ്ഥായിയായി കേൾക്കാറുണ്ട്. കേട്ടോ? ഉയർന്നോ ശബ്ദം? ആകെ കേരളത്തിൽ നിന്ന് ഉയരാൻ ഒരു ശബ്ദം, ആലപ്പുഴയിലെ ആരിഫിൻ്റെ ശബ്ദം മാത്രം. ബാക്കിയുള്ളവരെല്ലാം നിശബ്ദം. ഘോരഘോരം ഇവിടെ വന്ന് സംസാരിക്കാൻ തയ്യാറാകുന്ന ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടെടുക്കാൻ ത്രാണിയുണ്ടോ? എന്തേ വിഷമിപ്പിക്കുന്നത്? കോൺഗ്രസിനെ വിഷമിപ്പിക്കുന്നത് BJP മനസ്സ് തന്നെ. സംഘപരിവാറിൻ്റെ മനസ്സുള്ള ഒരുപാട് ആളുകൾ കോൺഗ്രസ് നേതൃനിരയിലുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഭാഗമായൊരു നിലപാടെടുക്കാൻ പറ്റുന്നില്ല. കോൺഗ്രസ് നിലപാടെടുക്കാതിരിക്കുമ്പോൾ പല കാര്യങ്ങളിലും ഉറച്ച നിലപാടെടുക്കാൻ ലീഗിന് കഴിയുന്നില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് പോയവർക്ക് പറ്റിയ ഗതികേടാണ് ഞാൻ പറയുന്നത്. ഇവിടെ കേരളത്തിൻ്റെ ശബ്ദം എല്ലാ കാലത്തും ഇത്തരം തെറ്റായ കാര്യങ്ങൾക്കെതിരെ ഉയരാറുണ്ട്. വേണ്ടത്ര ഉയരാത്ത ഒരുപാട് ഘട്ടങ്ങളുണ്ടായി. നമ്മുടെ ഇതേ സംഭവത്തിൽ തന്നെ കാശ്മീർ ആകെ ഒരു തടവറ പോലെയല്ലേ വെച്ചത് ആ ഘട്ടത്തിൽ. ആ തടവറയിൽ കഴിയേണ്ടി വന്ന ഒരാളാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് തരിഗാമി, CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം. അദ്ദേഹത്തെ കാണാൻ CPIMൻ്റെ ജനറൽ സെക്രട്ടറിയും CPIയുടെ ജനറൽ സെക്രട്ടറിയും കൂടി പോയി. ശ്രീനഗറിലെത്തി, എയർപോർട്ടിലിറങ്ങി. പുറത്തിറങ്ങാൻ പറ്റൂല, തടയുന്നു, തിരിച്ചു പോരേണ്ടി വരുന്നു. സഖാവ് സീതാറാം സുപ്രീം കോടതി മുൻപാകെ ചെന്നു. എൻ്റെ സഖാവിനെ എനിക്ക് കാണണം എന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങൾ പോയിക്കോളൂ, പോയി കണ്ടോളൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അങ്ങനെയാണ്
പോയി കാണുന്നത്. ചെറുവിരൽ കോൺഗ്രസ് അനക്കിയോ ഏതെങ്കിലും കാര്യത്തിൽ? ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ, 370 റദ്ദ് ചെയ്തടക്കമുള്ള പ്രശ്നങ്ങളല്ലേ? എന്തേ കോൺഗ്രസ്സിന് വേണ്ട രീതിയിൽ ശബ്ദിക്കാൻ കഴിയാത്തത്? നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ അപകടപ്പെടുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങളാണിതൊക്കെ. സ്വാതന്ത്ര്യം, നമ്മുടെ സ്വാതന്ത്ര്യം, രാജ്യം സ്വാതന്ത്ര്യം നേടി, നാം എല്ലാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം അതിവിശാലമാണ്. ഇവിടെ ഭരണഘടന ഉറപ്പു നൽകുന്നത് നിയമത്തിൻ്റെ മുന്നിലെ തുല്യതയും പരിരക്ഷയുമാണ്. ആ തുല്യതയും പരിരക്ഷയും പൗരർക്കല്ല, അല്ലെങ്കിൽ പൗരർക്ക് മാത്രമല്ല. ഭരണഘടനയിൽ തന്നെ പറയുന്നത് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കുമെന്നാണ്. അവർ പൗരരാകാം, പൗരരല്ലാതിരിക്കാം. ഇന്ത്യയിൽ ജീവിക്കുന്നവരാണെങ്കിൽ എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും പരിരക്ഷയുമുണ്ട്. ഇത്ര വിശാലമാണ് നമ്മുടെ കാഴ്ചപ്പാട്. അതുറപ്പ് നൽകുന്നതാണ് നമ്മുടെ ഭരണഘടന. ഇവിടെ ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. നിങ്ങളുടെ വിശ്വാസമനുസരിച്ചുള്ള ജീവിതം നിങ്ങൾക്ക് തുറന്നു പോകാം. ആചാരാനുഷ്ഠാനങ്ങൾ ആ രീതിയിൽ തുറന്നു പോകാം. ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ലേ, അങ്ങനെയുമാകാം. ഈ എല്ലാവർക്കും ഒരേ പരിഗണനയാണ് രാജ്യത്ത്. അതാണ് മതനിരപേക്ഷയുടെ അടിത്തറ. സ്വാതന്ത്ര്യം, ഇവിടെ വിവിധ രംഗങ്ങളുണ്ട്. ഭാഷ, വ്യത്യസ്തമായ ഭാഷകളാണ്. സംസ്കാരം, വൈവിധ്യമാർന്ന ഒട്ടേറെ സംസ്കാരങ്ങൾ നമ്മുടെ രാജ്യത്ത്. വിവിധ പ്രദേശങ്ങളെടുത്താൽ അവിടത്തേക്ക് മാത്രമായിട്ട് ചില സംസ്കാരങ്ങൾ കാണും. ഈ വൈവിധ്യങ്ങൾ അതേ രീതിയിൽ തുടരുകയാണ്. ഏത് വിശ്വാസം കൊണ്ട് നടക്കണം എന്ന് ഓരോരുത്തർക്കും തീരുമാനിക്കാം. അതിനുള്ള അവകാശം ഈ രാജ്യത്തുണ്ട്. നമ്മുടെ ഭരണഘടന ഇതിനെല്ലാമുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുന്നു. പക്ഷേ ഇതൊന്നും പറ്റില്ല. നമ്മൾ നാനാത്വത്തിൽ ഏകത്വമെന്ന് വിശ്വസിച്ച് നടപ്പാക്കിയ രാജ്യമാണ്. അവിടെയാണ് എല്ലാം ഒരേ രീതിയായിരിക്കണം, എൻ്റെ വിശ്വാസം തന്നെയായിരിക്കണം നിങ്ങൾക്ക്. ആ രീതിയിലുള്ള നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. ഭാഷ, വേഷം, ഭക്ഷണം, വിശ്വാസം, ഇങ്ങനെ പലതും വ്യത്യസ്തങ്ങളായതാണ്. ഇതിലെല്ലാം ഏകതാരൂപം കൊണ്ടുവരാനാണ് RSS ആഗ്രഹിക്കുന്നത്. RSS നേരത്തെ മുതൽ അത്തരമൊരു ആശയവും കൊണ്ട് നടക്കുന്നവരാണ്. ഇപ്പോൾ പുതുതായിട്ടുള്ളതല്ല, നേരത്തെ തന്നെ അവർക്കിത്തരമൊരാശയമുണ്ട്. അവരുടെ ആശയത്തിൻ്റെ ഭാഗമായാണ് രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കൾ എന്ന സംജ്ഞ വന്നത്. അത് ആർഷഭാരത സംസ്കൃതിയിൽ നിന്ന് കിട്ടിയതല്ല, ഹിറ്റ്ലറുടേതാണത്. ജർമ്മനിയിൽ ഹിറ്റ്ലർ നടപ്പാക്കിയ
ജർമ്മനിയുടെ ആഭ്യന്തര ശത്രുക്കൾ. ഹിറ്റ്ലർ കണ്ട ജർമ്മനിയുടെ ആഭ്യന്തര ശത്രുക്കളെ തന്നെയാണ് ഇന്ത്യയിൽ RSSും കണ്ടത്. ഹിറ്റ്ലറിൽ നിന്ന് കടമെടുത്തിയ ആശയമാണ്. നാസിസത്തിൻ്റെ ആശയം RSS സ്വീകരിക്കുകയാണ് ചെയ്തത്. ഹിറ്റ്ലർ അവിടെ പറഞ്ഞു, ജൂതന്മാരും ബോൾഷെവിക്കുകളുമാണ് രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കൾ. അത് പറഞ്ഞു വെക്കുക മാത്രമല്ല ചെയ്തത്, ആഭ്യന്തര ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാൻ കൂട്ടക്കശാപ്പ് നടത്തി. ലോക ചരിത്രത്തിലെ അതിക്രൂരമായ ദിനങ്ങൾ, മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുകയും വിറങ്ങലിപ്പിക്കുകയും ചെയ്ത ഒരുപാട് സംഭവങ്ങൾ ലോകമാകെ ഹിറ്റ്ലറെയും ഹിറ്റ്ലറുടെ നാസിസത്തെയും കുറ്റപ്പെടുത്തി അപലപിച്ചു. എന്നാൽ ഇവിടെ ഒരു കൂട്ടർ ആ നടപടിയെല്ലാം അംഗീകരിച്ചു. അതാണ് RSS. അവർ പറഞ്ഞതെന്താ? ജർമ്മനിയിൽ ആഭ്യന്തര ശത്രുക്കളെ നേരിടുന്നതിൽ ജർമ്മനി കാണിച്ച മാതൃക അനുകരണീയമാണ്. ഇതാണ് RSS. ഇവിടെ RSSൻ്റെ തലതൊട്ടപ്പൻ, അവരെ ഗുരുജി ഗോൾവാൾക്കർ എന്ന് വിളിക്കുന്ന ഗോൾവാൾക്കർ എഴുതി വച്ചു, രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരും. ഹിറ്റ്ലറുടെ വാചകത്തിൽ നിന്ന് എന്താ വ്യത്യാസം? ബോൾഷെവിക്ക് അന്ന് അവിടെ കമ്മ്യൂണിസ്റ്റുകാരെ വിളിക്കുന്ന പേരാ. അവിടെ ജൂതരായിരുന്നു, ഇവിടെ മുസ്ലിമും ക്രിസ്ത്യാനിയും എന്നെഴുതി. അപ്പോൾ നാസികൾക്ക് ജൂതരെങ്ങനെയായിരുന്നോ അതേ നിലയാണ് RSSന് ഇവിടെ മുസ്ലിമും. അതിൻ്റെ ഭാഗമായുള്ള നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. തുടർച്ചയായി ഈ ആശയ പ്രചരണമാണ് അവർ നടത്തി വന്നത്. കാലം മാറി, രാജ്യത്തിൻ്റെ രീതികൾ മാറി. എവിടെയെത്തി? രാജ്യം അംഗീകരിച്ച എല്ലാ മൂല്യങ്ങൾക്കും എതിര് നിന്ന RSS നിയന്ത്രിക്കുന്ന BJPയുടെ കയ്യിലേക്ക് രാജ്യത്തിൻ്റെ ഭരണാധികാരമെത്തി. ആ ഭരണാധികാരം എത്തിക്കുന്നതിൽ കോൺഗ്രസ് വഹിച്ച പങ്ക് ശരിയായ രീതിയിൽ പരിശോധിച്ച് നോക്കണം. അപ്പോൾ കാണാം സംഘപരിവാർ മനസ്സോടെ വിവിധ ഘട്ടങ്ങളിൽ ഇടപെട്ട കോൺഗ്രസിനെ. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എത്രമാത്രം കുറ്റകരമായ നടപടിയാണ് സ്വീകരിച്ചത്. ഇപ്പോൾ RSS നിയന്ത്രിക്കുന്ന BJPയുടെ കയ്യിലാണ് കേന്ദ്രഭരണം. എന്താ നടപ്പാക്കുന്ന അജണ്ട? നടപ്പാക്കുന്ന അജണ്ട RSSൻ്റെ അജണ്ട തന്നെ. RSSൻ്റെ അജണ്ട അവർ മറച്ചു വച്ചിട്ടില്ല. നമ്മൾ മതനിരപേക്ഷ രാഷ്ട്രമെന്ന് പറയുമ്പോൾ അവർ മതാധിഷ്ഠിത രാഷ്ട്രത്തിന് വേണ്ടിയാണ് നിലകൊണ്ടത്. ഭരണഘടന അംഗീകരിച്ച 4ാമത്തെ ദിവസം ആ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഓർഗനൈസർ RSSൻ്റെ മുഖപത്രം മുഖലേഖനം എഴുതി. എന്താ? മനുവിനെ ഓർത്തില്ല, മനുസ്മൃതിയെ കണ്ടില്ല. ഭരണഘടനാ പണ്ഡിതര്
മനുസ്മൃതിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയില്ല. സവർക്കർ പച്ചയായി തന്നെ പറഞ്ഞു, മനുവിൻ്റെ നിയമമാണ് ഹിന്ദു നിയമം, ഈ ഭരണഘടന പാശ്ചാത്യർക്കുള്ളതാണ്. വേറൊരു നേതാവ് പാശ്ചാത്യരുടെ നിയമസംഹിതകൾ അനുകരിക്കുകയാണ് ചെയ്തത്. ഭാരതത്തിൻ്റെ മനുവിൻ്റെ നിയമങ്ങൾ ഭരണഘടനാ പണ്ഡിതർ കണ്ടതേയില്ല, ഓർഗനൈസർ. ഇതെല്ലാം ഇന്നല്ല അന്ന് ഭരണഘടന തയ്യാറാക്കിയപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. RSS ജന്മം കൊണ്ടിട്ട് അടുത്ത വർഷം 100 വർഷം തികയാണ്. RSSൻ്റെ അജണ്ട പലതാണ്. ആ അജണ്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നടപ്പാക്കണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. അതിനുള്ള ടൂളാണ് പൗരത്വ ഭേദഗതിയും ദേശീയ പൗരത്വ രജിസ്റ്ററും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും. ഇത് നാം കാണാതിരിക്കരുത്. പൗരത്വ നിയമ ഭേദഗതി നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന നിലപാടിനെ അട്ടിമറിക്കുകയാണ്. എന്താ അടിസ്ഥാന നിലപാട്? മതനിരപേക്ഷതയാണ്. ഇന്ത്യൻ പൗരത്വം മതാടിസ്ഥാനത്തിലല്ല. ആധുനിക ലോകത്ത് ഒരു പരിഷ്കൃത രാഷ്ട്രവും മതാടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്നില്ല. ഇവിടെ മതാടിസ്ഥാനത്തിലാണ് പൗരത്വം നിശ്ചയിക്കുന്നത്. അതിനാണ് പൗരത്വ നിയമ ഭേദഗതി വന്നത്. നമ്മുടെ തൊട്ടുകിടക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് അഭയാർത്ഥികൾ വരുന്നു. അങ്ങനെ അഭയാർത്ഥികൾ വരുമ്പോൾ ആ അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കണം. അത്രത്തോളമൊന്നും ആർക്കും തർക്കമില്ല. എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന കാര്യമാണത്. പക്ഷെ നമ്മൾ കാണേണ്ടത്, ഒരു രാജ്യവും മതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നില്ല. അതാണ് പരിഷ്കൃത ലോകത്തിൻ്റെ പ്രത്യേകത. അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കാറുമില്ല. പക്ഷേ നമ്മൾ പറഞ്ഞു, ഇവിടെ അഭയാർത്ഥികളിൽ 6 വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് മാത്രമേ പൗരത്വം കൊടുക്കൂ. അതിൽ മുസ്ലിമില്ല. മുസ്ലിമിനെ ഒഴിവാക്കി. ഇങ്ങോട്ട് കടന്നു വരുന്ന അഭയാർത്ഥികളിൽ ഒരു ഭാഗം മുസ്ലിമാണ്. പക്ഷേ അവർക്ക് പൗരത്വം കൊടുക്കാൻ തയ്യാറല്ല. പൗരത്വം മതാടിസ്ഥാനത്തിലാക്കുന്നു. ഇതിനെയാണ് ലോകം തള്ളിപ്പറഞ്ഞത്. നമ്മുടെ രാജ്യത്ത് ശക്തമായ എതിർപ്പുകൾ ഉയർന്നു. ഇതെല്ലാം നമ്മൾ ഓർത്തു പോകേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പാർലമെൻറ്റിൽ ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയർന്നു. കോൺഗ്രസിൻ്റെ ശബ്ദം വേണ്ട രീതിയിൽ പൊങ്ങിയോ? എന്തേ പൊങ്ങാതിരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ ഒരേ ഒരു ശബ്ദം, ആരിഫിൻ്റെ ശബ്ദം കേരളത്തിൽ നിന്ന് ഉയർന്നു. കോൺഗ്രസ്സുകാർക്ക് ശബ്ദമേ ഇല്ല. സാങ്കേതികമായി എതിർത്തില്ലേ? എതിർത്തു. പക്ഷേ
അത് കഴിഞ്ഞ് മൂലക്ക് പോയിരുന്നു. ഇതാണുണ്ടായത്. അവിടെ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉയർന്നു, വലിയ പ്രതിഷേധം. നമ്മുടെ രാജ്യം ശ്രദ്ധിക്കത്തക്ക രീതിയിലുള്ള കനത്ത പ്രതിഷേധം. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ ദേശീയ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതിൽ CPIM ജനറൽ സെക്രട്ടറിയും CPI ജനറൽ സെക്രട്ടറിയും ഉണ്ടായി. പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, ബിനോയ് വിശ്വം, അങ്ങനെ ഒരു വലിയ നിര ആ കൂട്ടത്തിലുണ്ടായി. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെ ആ പട്ടികയിൽ ആരെങ്കിലും കണ്ടോ? എന്തുപറ്റി? എന്താണ് സംഭവിച്ചത്? ലീഗിൻ്റെ ഏതോ ഒരു നേതാവ് ഒരിടത്ത് പറഞ്ഞതായിട്ട് കണ്ടു, ഈ പൗരത്വ നിയമ ഭേദഗതി ഇങ്ങനെ പറഞ്ഞു നടക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന്. ഇല്ല, പൗരത്വ നിയമ ഭേദഗതിയെ പറ്റി പറയേണ്ടതില്ല അല്ലേ? നിങ്ങൾക്ക് ആസാം അറിയില്ലേ? ആസാമിൽ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കി. എന്താ ഫലം? 19 ലക്ഷത്തോളം ഇന്ത്യൻ പൗരർ പൗരത്വമില്ലാതായി. എന്തുകൊണ്ട്? ഇതിന് ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങുക. അതിൽ സാധാരണഗതിയിൽ പൗരത്വത്തിൻ്റെ ഒരു രേഖയായി, പൗരത്വത്തിനുള്ള തെളിവായി ഹാജരാക്കേണ്ട ഒന്ന് ജനന രജിസ്റ്ററാണ്. കേരളം പോലെയല്ല രാജ്യമാകെ. ഈ പറയുന്ന ജനന സർട്ടിഫിക്കറ്റ് കയ്യിലില്ലാത്ത 1 or 10 അല്ല, കോടിക്കണക്കിന് ആളുകളാണ് രാജ്യത്ത്. രാജ്യത്തെ ജനസംഖ്യയിൽ നല്ലൊരു ഭാഗം ജനന സർട്ടിഫിക്കറ്റ് കയ്യിലില്ലാത്തവരാണ്. ഏത് സർട്ടിഫിക്കറ്റ് അവർ ഹാജരാക്കും? പിന്നെ അച്ഛൻ്റെ പേരും ജനനത്തീയതിയും, അച്ഛൻ്റെ പേരും ജനനത്തീയതിയും ജനിച്ച സ്ഥലവും എല്ലാം. പോട്ടെ, മറ്റ് സംസ്ഥാനങ്ങളെ വിട്ടുകളി, കേരളത്തിൻ്റെ കാര്യമൊന്ന് ആലോചിച്ചോളി. ഈ പറയുന്ന കാര്യം കേരളത്തിൽ എല്ലാവർക്കും പൂരിപ്പിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിലോ പുറത്ത്. അങ്ങനെ പുറത്തായ കൂട്ടത്തിൽ കാർഗിൽ പോയി യുദ്ധം ചെയ്ത് അതിൻ്റെ ഭാഗമായി വലിയ പുരസ്കാരം ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്ന് സമ്പാദിച്ച ധീര സൈനികൻ പൗരത്വത്തിൽ നിന്ന് പുറത്ത്. ഇവിടെ? ആസാമിൽ. ഇതാണ് പറഞ്ഞത് 14 നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പാടില്ലാത്ത 19 ലക്ഷത്തോളം ആളുകൾ അവിടെ പൗരത്വം നഷ്ടപ്പെടുന്ന അവസ്ഥ എല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇതുണ്ടാക്കിയ ഉത്കണ്ഠ, ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഇവിടെ ജീവിക്കാൻ കഴിയുമോ എന്ന ആശങ്ക, അതാണ് രാജ്യത്തെ കോടാനുകോടി ജനങ്ങൾക്കുള്ളത്. അവരോടൊപ്പമാണ് നിൽക്കേണ്ടത്. ആ ഒപ്പം നിൽക്കുന്നതിൻ്റെ ഭാഗമായാണ് കേരളം പ്രഖ്യാപിച്ചത് ഇവിടെ ഇത് നടപ്പാക്കില്ല എന്ന്. പൗരത്വ നിയമ ഭേദഗതി ആയാലും, ദേശീയ പൗരത്വ രജിസ്റ്റർ ആയാലും, ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ ആയാലും കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് 2019 തന്നെ പറഞ്ഞു. ഇപ്പോഴും അതുതന്നെ ആവർത്തിച്ച് കേരളം പറയുകയാണ്. കേരളം ഫയൽ ചെയ്ത സ്യൂട്ട് സുപ്രീം കോടതിയുടെ മുൻപാകെയുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചട്ടങ്ങൾ വന്നപ്പോൾ ആ ചട്ടങ്ങളുടെ ഭാഗമായി കാര്യങ്ങൾ നേരത്തെ കൊടുത്ത സ്യൂട്ടിനെ ഒന്നുകൂടി ബലപ്പെടുത്തത്തക്ക നടപടികൾ സ്വീകരിക്കാൻ
അഡ്വക്കേറ്റ് ജനറലിനെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഇതെല്ലാം നടക്കുമ്പോൾ കേരളത്തിൽ നടന്നൊരു കാര്യം മറക്കരുത് കേട്ടോ. ഒരു ഓർമ്മ പുതുക്കുന്നത് നല്ലതാണല്ലോ. എന്തിനാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്ന് ചിലർ ചോദിക്കുന്നതുകൊണ്ട് അത് ഓർമ്മ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ഓർമ്മ പുതുക്കാൻ ഞാൻ പറയുകയാണ്. കേരളം ആദ്യം ഈ പ്രഖ്യാപനം നടത്തി, അവിടെ നിന്നില്ല. കാരണം നമ്മുടെ നാട് രാജ്യത്ത് തന്നെ മതനിരപേക്ഷതയുടെ വിളനിലമാണ്. അതിന് കാരണം ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാത്ത സർവരും സോദരത്വേന വാഴുന്ന സ്ഥലമാണിത്. അങ്ങനെയൊരു നാടാകെ ഒത്തുചേർന്നുകൊണ്ട് ഒന്നായി നിന്നുകൊണ്ട് ഇതിനെ ചോദ്യം ചെയ്യണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ വലിയ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. എല്ലാവരും ഉണ്ടായി. പ്രതിപക്ഷ നേതാവുണ്ടായി, കോൺഗ്രസ് നേതാക്കളുണ്ടായി, മറ്റ് പ്രതിപക്ഷ നേതാക്കളും എല്ലാം ഉണ്ടായി. നല്ല പരിപാടി. കേരളത്തിലൊരു പരിച്ഛേദം അവിടെ എത്തിച്ചേർന്നു. അവിടെ നിർത്തിയില്ല. തൊട്ടു പിന്നാലെ സർവകക്ഷി യോഗം ചേർന്നു. അവിടെയും ഒരേ നിലപാട്. കേരള നിയമസഭയുടെ യോഗം അടിയന്തരമായി വിളിച്ചു ചേർത്തു. അതിനകത്ത് പ്രമേയം കൊണ്ടുവന്നു. ഈ നിയമം പിൻവലിക്കണം എന്നാവശ്യപ്പെടുന്ന പ്രമേയം. എല്ലാവരുമുണ്ട്. പ്രതിപക്ഷ നേതാവും കേരളത്തിലെ പ്രതിപക്ഷമാകെ എല്ലാം ഉണ്ടതിൽ. എല്ലാവരും കൂടി അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയും നിന്നില്ല, അവിടെയും നിർത്തിയില്ല. നിങ്ങൾ ചിലർ അതിൽ ഭാഗഭാക്കായിട്ടുണ്ടാവും. LDFിൻ്റെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഇതിനെതിരെയുള്ള പ്രതിഷേധം, ജനങ്ങളുടെ കൂട്ടായ്മ പ്രകടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങല, വലിയ സ്വീകാര്യത അതിനുണ്ടായി. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ വികാരം പ്രകടിപ്പിക്കുന്നതിന് ഇത്തരം നടപടികൾ മാത്രം പോരാ, നിയമപരമായി ഇതിനെ ചോദ്യം ചെയ്യണമെന്ന് കണ്ടു. അങ്ങനെയാണ് സുപ്രീം കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്തത്. അതവിടെ കിടക്കുകയാണ്. ഇപ്പോൾ അത് ശക്തിപ്പെടുത്താൻ തീരുമാനിച്ച കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ചട്ടങ്ങൾ വന്നതിന് ശേഷം ഇതെല്ലാം എന്തിനാണ് ചെയ്തത്? ഈ പറയുന്ന കോടാനുകോടി ജനങ്ങൾ, ആശങ്കയിൽ കഴിയുന്നവർ, അവരുടെ ഒപ്പം നാം ഉണ്ട് എന്ന സന്ദേശം നൽകുക എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്താണ് കോൺഗ്രസ് സ്വീകരിച്ച നില? പിന്നീട് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിനെ എവിടെയും കണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ യോജിച്ച പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പരസ്യമായി ഇതിനെല്ലാം തള്ളിപ്പറഞ്ഞു. കേന്ദ്രം പാസ്സാക്കിയ ഒരു നിയമത്തിനെതിരെ നിയമസഭ പ്രമേയം പാസ്സാക്കിയതുകൊണ്ട് നടപ്പാകാതിരിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. മാത്രമല്ല, ഇനി യോജിച്ച ഒരു പരിപാടിയിലും ഞങ്ങളില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അത് കോൺഗ്രസിൻ്റെ നിലപാട്. ആ നിലപാടിനോടൊപ്പമാണ് ലീഗ് നിന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. ഞങ്ങൾ എല്ലാവരും യോജിച്ച് നിൽക്കണമെന്ന് പറയുന്നത് എന്തോ ഒരു പ്രത്യേക ദൗർബല്യം ഞങ്ങൾക്കുള്ളത് കൊണ്ടല്ല. ഇത്തരം തെറ്റായ കാര്യങ്ങളെ ഒന്നിച്ചു നിൽക്കാനാവണം. കേരളത്തിൻ്റെ പൊതുവികാരം പ്രകടിപ്പിക്കാനാവണം. എന്തുകൊണ്ടാണ്
ഒന്നിച്ചു നിന്ന കോൺഗ്രസ് പിൻവലിക്കാൻ തയ്യാറായത്? അത് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം അവരോട് പറഞ്ഞിട്ടുണ്ടാകാം, നിങ്ങളിങ്ങനെ പോകാൻ പാടില്ല, പിൻവാങ്ങണം. അതിനിടയാക്കുന്നത് സംഘപരിവാർ മനസ്സാണ്. ആ സംഘപരിവാർ മനസ്സുള്ളവർക്ക് ഇത്തരം നടപടികളെ ചോദ്യം ചെയ്യാനാവില്ല. കോൺഗ്രസിനകത്ത് നല്ലതുപോലെ സംഘപരിവാർ മനസ്സുണ്ട്. അതിൻ്റെ ഭാഗമായി പിൻവാങ്ങി. ഇനി ഞങ്ങൾ ഒരു യോജിച്ച പരിപാടിക്കുമില്ല. യോജിച്ച പരിപാടിയിൽ പങ്കെടുത്ത കോൺഗ്രസ്സുകാർക്കെതിരെ നടപടിയും വന്നു. ലീഗുകാർ ആലോചിക്കണം, നിങ്ങൾക്ക് എന്തായിരുന്നു തടസ്സം? എന്തുകൊണ്ടാണ് നിങ്ങൾ അതേ നിലപാട് തന്നെ പിന്നീട് തുറന്നുപോയത്? കോൺഗ്രസ് യോജിപ്പിലില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിന് യോജിപ്പിലില്ലാതായി? ഇവിടെ രാഷ്ട്രീയമായ യോജിപ്പ് ഞങ്ങളാരും ചോദിച്ചിട്ടില്ലല്ലോ. രാഷ്ട്രീയമായ ഭിന്നതയൊക്കെ ഉണ്ടാവുമല്ലോ. ഇതുപോലൊരു കാര്യത്തിൽ യോജിച്ച് നിൽക്കാനാവണ്ടേ? നിങ്ങൾ സംഘപരിവാർ മനസ്സിനോട് സമരസപ്പെട്ടു പോവുകയല്ലേ ചെയ്ത്? ബി.ജെ.പിയുടെ സംഘപരിവാർ മനസ്സിനോടൊപ്പം കോൺഗ്രസിൻ്റെ സംഘപരിവാർ മനസ്സ് വരുന്നു, കോൺഗ്രസിൻ്റെ മനസ്സും ചേരുന്നു. അതുമായി സമരസപ്പെടുന്നില്ല എന്ന നില കാണിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? അതല്ലേ ഓർക്കേണ്ട കാര്യം. പോട്ടെ, 4 വർഷം മുൻപുള്ളതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ചട്ടം വന്നു, എല്ലാവരുടെയും പ്രതികരണം വന്നു. ആരെങ്കിലും ഏതെങ്കിലും കോൺഗ്രസ് നേതാവിൻ്റെ പ്രതികരണം കണ്ടോ? അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തിൽ പ്രതികരിച്ചതായി ആർക്കെങ്കിലും കാണാൻ കഴിഞ്ഞോ? എന്തേ അവർക്ക് പ്രതികരിക്കാൻ പറ്റാത്തത്? കോൺഗ്രസിനെ നയിക്കുന്നവരാണ് ഞങ്ങൾ എന്നാണല്ലോ ലീഗ് സാധാരണ അവകാശപ്പെടാറുള്ളത്. ഉപദേശിച്ചോ? ഉപദേശിച്ചെങ്കിൽ കിട്ടാനിടയുള്ള മറുപടി എന്താണെന്ന് ഞാൻ ഊഹിക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല എന്ന് മാത്രം. കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മാധ്യമപ്രവർത്തകരെ കാണുകയാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരൊരു ചോദ്യം, ഇക്കാര്യത്തിൽ എന്താണ് നിലപാട്? ഈ പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടത്തിൽ മറുപടി എന്താ? വൈകുന്നേരം ഈ പത്രസമ്മേളനം പത്രക്കാരെ കാണുന്നത്. രാത്രി ആലോചിച്ച് പറയാം. എങ്ങനെയുണ്ട്? അപ്പോൾ തൊട്ടടുത്ത് സംഘടനാ ജനറൽ സെക്രട്ടറി ചിരിക്കുകയാണ്. ആ ചിരിയിൽ ഗാർഗയും പങ്കുചേരുന്നു. നിങ്ങൾക്ക് ചിരിക്കാം, പക്ഷേ രാജ്യത്തെ കോടാനുകോടി ജനങ്ങളാണ് മനസ്സിൽ തീ തിന്ന് കഴിയുന്നത്. അവരെ നോക്കിയാണ് ചിരിക്കുന്നതെന്ന് ഓർമ്മ വേണം. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ യാത്ര, ഇവിടുത്തെ വിഷയം മാത്രമല്ല ലോകത്തിലെ വിഷയങ്ങളിലടക്കം അദ്ദേഹം പ്രതികരിച്ചു. പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കാനുള്ള ചട്ടം കൊണ്ടുവന്നതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്ന ആരെങ്കിലും കേട്ടോ? എന്തേ പറയാതിരുന്നത്? അതൊരു വിഷയമായി വന്നു. ആ പരിപാടിയുടെ സമാപനം നടന്നു. പറഞ്ഞോ? ഇതേവരെ പറഞ്ഞോ? ഇതെല്ലാം ഉള്ളൊരു കാര്യത്തിലാണ് ലീഗ് നേതാവ് പറയുന്നത് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട, അതൊരു വലിയ കാര്യമൊന്നുമല്ല. പിന്നെ ഏതാണ് നിങ്ങൾക്ക് വലിയ കാര്യം? ഈ രാജ്യത്തിൻ്റെ അടിത്തറയാണ് തോണ്ടുന്നത്. മതനിരപേക്ഷതയുടെ അടിത്തറ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടെത്തും നമ്മുടെ രാജ്യം? ഇത്തരം കാര്യങ്ങൾക്കെതിരെ യോജിച്ച പ്രക്ഷോഭങ്ങൾ, യോജിച്ച പോരാട്ടം, ഇതാണ് സാധാരണഗതിയിൽ വേണ്ടത്. അഭിപ്രായം പറയാൻ പോലും തയ്യാറാകാതെ സംഘപരിവാർ മനസ്സിനോട്
ഒപ്പം ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതാണ് സാഹചര്യം. ഇനിയുമുണ്ട് അപകടപ്പെടുന്ന ഓരോ കാര്യങ്ങൾ. എല്ലാറ്റിലേക്കും ഞാനിപ്പോൾ പോകുന്നില്ല. എവിടത്തേക്കാണ്? രാഷ്ട്രം അപകടത്തിലാണ്. നമ്മുടെ രാഷ്ട്രം അപകടത്തിലാവുന്നു. ഈ ഒരു ധാരണയോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നാം കാണേണ്ടത്. ആ ഗൗരവത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കണം. BJP ആണ് ഇതിനെല്ലാം മൂലകാരണക്കാർ. അവരെ പരാജയപ്പെടുത്തണം. അവരെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് ജയിച്ചതുകൊണ്ട് അവരെ എതിർക്കുന്ന ഫലമുണ്ടാക്കില്ല. അവരുടെ ആശയം മനസ്സിൽ പോരി നടക്കുന്ന കോൺഗ്രസ് ജയിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ അനുഭവം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വേദനയോടെ നോക്കിക്കണ്ട ഒരുപാട് രംഗങ്ങൾ, നമ്മുടെ നാടിൻ്റെ ശബ്ദം ഉയരേണ്ട ഘട്ടങ്ങൾ നിശബ്ദമായി പോകുന്നു. കടുത്ത നിയമങ്ങൾ, കരിനിയമങ്ങൾ, NIA ഭേദഗതി, ആരിഫടക്കം 6 പേര് മാത്രമാണ് എതിർക്കാൻ അവിടെ ഉണ്ടായത്. അതല്ലേ വസ്തുത? എവിടെ പോയി മറ്റുള്ളവർ? കേരളത്തിൽ നിന്നുള്ള മറ്റാരെയും കണ്ടില്ലല്ലോ ആരിഫിന് പുറമെ. സാങ്കേതികമായി എതിർത്തു എന്ന് പറഞ്ഞ് സ്ഥലം വിടുകയാണോ? UAPA ഭേദഗതി, കരിനിയമം കൂടുതൽ കരിനിയമമാക്കുന്നു. അതിനെതിരെയും കോൺഗ്രസ് അണിനിരന്നില്ല. പോരാ, കോൺഗ്രസ് അതിൻ്റെ കൂടെ നിന്നു. ആ ഭേദഗതിയുടെ കൂടെ കോൺഗ്രസ് നിന്നു. ആരെയാണ് അത് ലക്ഷ്യം വെച്ചത് എന്ന് വ്യക്തമാണല്ലോ. ഇങ്ങനെ നിരവധി ഘട്ടങ്ങൾ. ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് പോയവരാണല്ലോ ഇത്തരം നിലപാടുകൾ എടുക്കുന്നത് എന്ന് വേദനപ്പെട്ട് നോക്കി നിന്ന ജനലക്ഷങ്ങൾ കേരളത്തിൽ. ആ വേദന അനുഭവിക്കാനിടവരരുത്. നിലപാടുകളാണ് പ്രധാനം. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണം. വർഗീയതയുമായി സമരസപ്പെടുന്ന മനസ്സുണ്ടാകരുത്.